ഹായ് ഡിയേഴ്സ്, ക്രാഫ്റ്റ് ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ക്രോഷ്യ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഈ മാരിഗോൾഡ് ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. ഈസി ആയിട്ട് ബിഗിനേഴ്സിന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. യാൺസ് എടുത്തിട്ടുണ്ട്, അതിന് കറസ്പോൺസ് ആയിട്ടുള്ള ഹുക്ക്, പിന്നെ ഒരു ടെപ്പസ്റ്റർ നീഡിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോയാലോ? ഫസ്റ്റ് നമുക്ക് മാജിക് റിംഗ് ചെയ്യാം. മാജിക് റിംഗ് ചെയ്യാനായിട്ട് ഇതുപോലെ യാൺ ഒരു ലൂപ്പാക്കി മാറ്റുക ഫസ്റ്റ്. ഇനി ഈ ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇവിടെ ഒരു ചെയിൻ ചെയ്യാം. നമുക്ക് മാജിക് റിംഗ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് 5 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ആ മാജിക് റിങ്ങിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ ഓവർ ചെയ്തെടുത്ത് കിട്ടുന്ന 2 ലൂപ്പിൽ കൂടെ വർക്കിംഗ് യാണിനെ വീണ്ടും ഓവർ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 3ാമത്തെ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. 4th വൺ ചെയ്യാം, 5th വൺ ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഈ മാജിക് റിംഗ് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് ആ സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച്. സോ ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിന് ഹുക്ക് സ്റ്റിച്ചിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിന് പുറത്തോട്ട് എടുക്കാം. ദെൻ ഓൾറെഡി ഉണ്ടായിരുന്ന ലൂപ്പില്ലേ, ആ ലൂപ്പിൻ്റെ പുറത്തോട്ട് നമുക്ക് എടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു 3 ചെയിൻ ചെയ്യണം. ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് യാൺ ഓവർ ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്ത് എടുക്കാം. ഇപ്പോൾ 3 ലൂപ്സ് വരും നമ്മുടെ ഹുക്കിൽ. അതിലെ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെയും വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ള 2 ലൂപ്പിൽ കൂടെയും വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇതേപോലെ ഇനി ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഒരു 3 ചെയിൻസ് ആണ് ചെയ്തത്. 3 ചെയിൻസിനെ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്തു സെയിം സ്റ്റിച്ചിൽ തന്നെ. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിലെ ഫസ്റ്റ് വണ്ണാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് തേർഡ് വൺ ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യാം. ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷ്യേസ് വെച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിലും സെയിം പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവാനായിട്ട് ഇനിയൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ 3 ചെയിൻ കഴിഞ്ഞ് ടോപ്പിൽ വരുന്ന ആ സ്റ്റിച്ചിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അഗെയിൻ 3 ചെയിൻസ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയൊരു 3 ഡബിൾ ക്രോഷ്യ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. ഫസ്റ്റ് വണ്ണാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ,
തേർഡ് വൺ ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു 3 ചെയിൻസ് ചെയ്തു, പിന്നെ ഒരു 3 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്തത്. അങ്ങനെ ടോട്ടലി 4 ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യാം. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഇനി ഒരു 3 ഡബിൾ ക്രോഷേയും കൂടെ ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ ടോട്ടലി 4 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യാം. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷേസ് വെച്ച് ചെയ്ത് നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാവേ. ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ്റെ ടോപ്പിൽ വരുന്ന സ്റ്റിച്ചിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോർത്ത് റൗണ്ട് ചെയ്യാവേ. ഈ ഫോർത്ത് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ എഡ്ജസ് ഇല്ലേ, അതായത് ഈ ചെറിയ ചെറിയ പെറ്റൽസ് ആണ് നമ്മൾ ഇനി ചെയ്തെടുക്കാൻ പോണത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു 5 ചെയിൻസ് ചെയ്യാം. 1 2 3 4 5 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് 5 ചെയിൻസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. 5 ചെയിൻസ് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് വണ്ണിൽ വീണ്ടും നമുക്ക് 5 ചെയിൻസ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിലെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഒരു ചെയിനും കൂടെ ചെയ്യാം. ഇനി നമ്മൾ യാൺ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. സോ അത് കാരണം തന്നെ ഒരു ചെയിൻ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവേ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ടെയിൽസ് രണ്ടും നമുക്ക് സെക്യൂർ ആക്കി മാറ്റാവുന്നതാണ്. ആദ്യം നമുക്ക് എൻഡ് ചെയ്ത ടെയിലിൻ്റെ സെക്യൂർ ആക്കി മാറ്റാം. സെക്യൂർ ആക്കി മാറ്റിയതിന് ശേഷം ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതേപോലെ തന്നെ മാജിക് റിങ്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടെയിലില്ലേ, അത് നമുക്ക് ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് ഫസ്റ്റ് മാജിക് റിങ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതും നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് യാൺ കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് നീഡിലോട്ട് ഇൻസേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ ഈ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത ആ സ്റ്റെപ്പില്ലേ, അവിടെ വെച്ച് ഇതുപോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇത് നമുക്ക് ഒരുമിച്ചാക്കി ഒന്ന് കെട്ടിയെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഫുള്ളായിട്ടൊന്ന് കെട്ടിയെടുക്കണം. നോട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം. ചെറിയൊരു സ്പൈക്ക് വരുന്ന പോലെ നമുക്കതൊന്ന് കെട്ടി എടുക്കണം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് നോട്ടിട്ടെടുക്കാം.
ഇനി ആ ടെയിൽസ് നമുക്ക് സെൻറ്ററിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആ സ്പൈക്കിലോട്ട് ഇൻസേർട്ട് ചെയ്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഗ്രീൻ സെക്ഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഗ്രീൻ കളറിലെ യാൺ എടുക്കാം. മാജിക് റിംഗ് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. മാജിക് റിംഗ് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. മാജിക് റിംഗ് ചെയ്തു. ഇനി 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5 6. മാജിക് റിംഗ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് സ്റ്റിച്ച് മാർക്കർ വെക്കണം. അതിനായിട്ട് സ്റ്റിച്ച് മാർക്കറായിട്ട് ഞാൻ ഈ യെല്ലോ കളറിലെ യാൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റിച്ച് മാർക്കർ പ്ലേസ് ചെയ്തു. സെക്കൻഡ് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ക്രോഷേസ് ആണ് സെയിം സ്റ്റിച്ചിൽ വരുന്നത്. ഈ ഒരു സെറ്റ് പാറ്റേൺ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി ഒരു 2 ടൈംസും കൂടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. 1 സിംഗിൾ ക്രോഷേ, ഇൻക്രീസ്. അപ്പോൾ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ടൈമും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 1 സിംഗിൾ ക്രോഷേ, ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം. സോ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം സ്റ്റിച്ച് മാർക്കർ പ്ലേസ് ചെയ്യണം. തേർഡ് റൗണ്ടിൽ എല്ലാ സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്താൽ മതി. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സ്റ്റിച്ചസിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 9 സിംഗിൾ ക്രോഷേസ് ആണ്. സോ 9 സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രോഷേ വെച്ച് റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ട് തൊട്ട് സിക്സ്ത് റൗണ്ട് വരെ 1 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്താൽ മതി ഓരോ സ്റ്റിച്ചിലും. ടോട്ടലി 3 റൗണ്ട്സ് ആണ് വരുന്നത്. ടോട്ടൽ സ്റ്റിച്ചസിൻ്റെ കൗണ്ട് ഓരോ റൗണ്ടിലും 9 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും. 6 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ നമുക്ക് മാറ്റാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടെയിൽ നമുക്കിത് ഇവിടെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഒന്നെങ്കിൽ ഉള്ളിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാലൻസ് ഞാൻ ഉള്ളിലോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ ചെയ്ത് യാൺ കട്ട് ചെയ്യാവേ. യാൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലെങ്ത് ഇട്ട് യാൺ കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ ഇത്രയും ലെങ്ത് ഇട്ടിട്ടാണ് യാൺ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ആ ലൂപ്പ് റിലീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഫ്ലവറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫ്ലവറിൻ്റെ ആ ബാക്കിലുള്ള ആ സ്പൈക്കില്ലേ, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കാനാണ് പോണത്. ഇനി യാൺ ടെയിലോട്ട് നമുക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഫ്ലവറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഫുള്ളി നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ചായെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്രീൻ കളറിലെ യാണിലോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഇവിടെ നോട്ടിട്ട് കൊടുക്കാം. നോട്ടിട്ടതിന് ശേഷം നമുക്ക് യാൺ ടെയിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാരിഗോൾഡ് ഫ്ലവർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ബിഗിനേഴ്സിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റിൽ പറയാൻ മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ ടാറ്റാ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.